പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ പ്രവർത്തനം തുടങ്ങി. തന്റെ പഴയ മണ്ഡലത്തിൽ സജീവമാവുകയാണ് കെ മുരളീധരൻ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മണ്ഡലത്തിലെ നേതാക്കളുമായുള്ള ചർച്ചകളും കൂടിക്കാഴ്ചകളുമായി കെ മുരളീധരൻ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. മുരളി വട്ടിയൂർക്കാവിനെ ഉപേക്ഷിച്ചു പോയ ആളാണെന്നാണ് വി കെ പ്രശാന്ത്, ഇപ്പോഴത്തെ സ്ഥലം MLA, പറഞ്ഞത്. നേമത്തും വടകരയിലും തോറ്റയാളാണ് കെ മുരളീധരൻ. ഇനി വട്ടിയൂർക്കാവിലും തോൽക്കുമെന്നാണ് പ്രശാന്ത് ന്യൂസ് 18നോട് പറഞ്ഞത്. വട്ടിയൂർക്കാവിലെ MLA ആയിരിക്കെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയാണ് വടകരയിലേക്ക് കെ മുരളീധരൻ ചേക്കേറിയത്. ആ സമയത്ത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വടകരയിൽ വിജയിച്ചതിനെ തുടർന്ന് വട്ടിയൂർക്കാവ് മണ്ഡലം അദ്ദേഹം കൈവിടുകയും രാജിവെക്കുകയും പിന്നീട് MP ആയി തുടരുകയും ചെയ്യുന്ന പശ്ചാത്തലമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി തൃശൂരിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നു. 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിനെ തുടർന്ന് വലിയ അസ്വാരസ്യങ്ങൾ, ഒപ്പം തന്നെ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനവുമായി അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തു നമ്മൾ കാണുകയും ചെയ്തതാണ്. ഒപ്പം തന്നെ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളെത്തി ഒരു അനുനയ ശ്രമിച്ചുവെങ്കിൽ പോലും തന്നെ തൽക്കാലം താൻ പൊതുരംഗത്തേക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കെ മുരളീധരൻ ചെയ്യുകയും ചെയ്ത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സുപ്രധാന തീരുമാനത്തിലേക്ക് അദ്ദേഹം കടക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് മുൻകാലങ്ങളിൽ അദ്ദേഹം മത്സരിച്ച വട്ടിയൂർക്കാവ് തന്നെ അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം, അവിടെ സംഘടനാ തലത്തിലാകട്ടെ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക നേതാക്കളുമായും ഒപ്പം തന്നെ സാമുദായിക നേതാക്കളുമായും ഒക്കെ അദ്ദേഹം കൂടിയാലോചനകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലും അദ്ദേഹത്തിന്റെ ഓഫീസിലുമൊക്കെ തന്നെ കൂടുതൽ ആളുകളെത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. കൂടാതെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഈ വാർഡ് തലത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ വാർഡിലെ കോൺഗ്രസ് നേതാക്കളുടെയും ഒപ്പം തന്നെ UDF നേതാക്കളുടെയും പ്രതികരണം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിന് അനുസരിച്ച് വേണം അത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം നടത്താൻ. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കിയല്ല ഇത്തവണ സ്ഥാനാർത്ഥികളെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പ്രഖ്യാപിക്കേണ്ടതെന്നുള്ളൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ തന്നെ KPCC നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന KPCC നേതൃയോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു പരാമർശമുണ്ടായത്. വാർഡ് തലത്തിൽ ഈ രീതിയിൽ മാത്രമേ സ്ഥാനാർത്ഥി നിർണ്ണയം പാടുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി നേതാക്കൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. എന്തായാലും വട്ടിയൂർക്കാവ് തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി കെ മുരളീധരൻ എന്നുള്ള അതിശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി അല്ലാതെ മറ്റൊരാളെ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. കാരണം 2019 ഉപതെരഞ്ഞെടുപ്പിൽ കെ മോഹൻകുമാർ മത്സരരംഗത്തേക്ക് വന്നുവെങ്കിൽ പോലും ദയനീയമായി പരാജയപ്പെട്ടു. 2021 തെരഞ്ഞെടുപ്പിലും സമാന സാഹചര്യം വീണ S നായർക്കും നേരിടേണ്ടി വരികയും ചെയ്തു. അതായത് ജനകീയ മുഖമുള്ള ഒരു നേതാവായിട്ടുള്ള വി കെ പ്രശാന്തിനെ ഇറക്കിക്കൊണ്ടായിരുന്നു, പുതുമുഖമായ അദ്ദേഹത്തെ ഇറക്കിക്കൊണ്ടായിരുന്നു ഉപതെരഞ്ഞെടുപ്പിലൂടെ വട്ടിയൂർക്കാവ് എന്ന കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലം തിരികെ പിടിക്കാൻ LDF സാധിക്കുകയും ചെയ്ത്. എന്തായാലും ഇത്തവണ സ്ഥാനാർത്ഥി ആയി വരുന്ന വി കെ പ്രശാന്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ്. വട്ടിയൂർക്കാവ് നിയമസഭാ അംഗത്വം ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം വടകരയിലേക്ക് പോയത്. അപ്പം വട്ടിയൂർക്കാവിനെ ഉപേക്ഷിച്ച് പോയ ആൾ സ്റ്റേറ്റ് രാഷ്ട്രീയത്തിൽ തന്നെയാണ് അന്നുള്ളത് ഇന്നും ഉള്ളത്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന അദ്ദേഹത്തിന് തോന്നിക്കാണും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പോയത്. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നേമത്ത് പരാജയപ്പെട്ടു, വടകരയിൽ പരാജയപ്പെട്ടു, ഇനി വട്ടിയൂർക്കാവിലും പരാജയപ്പെടുമെന്നാൽ അത്രയേ ഉള്ളൂ അതെനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും കെ മുരളീധരൻ കടന്നു വരികയാണ് എങ്കിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് വി കെ പ്രശാന്ത് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു പടി മുകളിലേക്ക് തന്നെ കൂടുതൽ പ്രവർത്തനവുമായി നേതൃത്വത്തിന് പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മണ്ഡലം തിരിച്ച് പിടിക്കുന്നതിന് വേണ്ടി, മണ്ഡലത്തിൽ സജീവമാകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എല്ലാ നേതാക്കളുമായും സാമുദായിക നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു. കൂടാതെ ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വട്ടിയൂർക്കാവിൽ വെച്ചാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നീക്കം തന്നെ എന്തായാലും കെ മുരളീധരൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റ് ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചുകൊണ്ട് UDF നേതൃത്വത്തിനോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിനോ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് മുന്നോട്ട് പോകാനാകില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ക്യാമറമാൻ ഹിരൺ ശ്യാമിനൊപ്പം MG ബിതുൻ, ന്യൂസ് 18, തിരുവനന്തപുരം.